ആൻറ്റിയുടെ പ്രിയപ്പെട്ട കൊച്ചു കൂട്ടുകാരെ, എല്ലാവരും എന്തു പറയുന്നു? സ്കൂളൊക്കെ തുറന്ന് വലിയ സന്തോഷത്തിലായിരിക്കുമല്ലോ അല്ലേ? മിനി ആൻറ്റി കുറച്ച് നാളായി കഥ പറഞ്ഞു തന്നിട്ടല്ലേ? ഇന്ന് മിനി ആൻറ്റി ഒരു പുതിയ കഥ പറഞ്ഞു തരാം. അഹംഭാവം വരുത്തിയ വിന. ഒരു അഹങ്കാരിയായ പൂവൻ കോഴിയുടെ കഥയാണ്. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. കഥ പറയട്ടെ. കൃഷിക്കാരനായ അഞ്ജന് ധാരാളം ആടുമാടുകളും കോഴികളുമുണ്ട്. റൂസ്റ്റർ പൂവൻ കോഴിയാണ് കോഴികളുടെ നേതാവ്. മറ്റു കോഴികളോടെല്ലാം വലിയ അഹംഭാവത്തോടെയായിരുന്നു അവൻ പെരുമാറിയിരുന്നത്. അവൻ പറയുന്നതനുസരിച്ചില്ലെങ്കിൽ കോഴികളെ കൊത്തി മുറിവേൽപ്പിക്കും. പിടക്കോഴികൾക്കും കോഴിക്കുഞ്ഞുങ്ങൾക്കുമെല്ലാം അവനെ ഭയമായിരുന്നു. നേതാവായാൽ എല്ലാവരെയും അടക്കി ഭരിക്കണമെന്നായിരുന്നു അവൻ്റെ വിചാരം. എന്നും പുലർച്ചെ ഉണർന്ന് പുരപ്പുറത്ത് കയറി തല ഉയർത്തിപ്പിടിച്ച് കൊക്കരക്കോ എന്ന് നീട്ടിക്കൂവും. സൂര്യനുദിക്കുന്നതും യജമാനൻ ഉണരുന്നതുമെല്ലാം തൻ്റെ കഴിവ് കൊണ്ടാണെന്ന് ഇടയ്ക്കിടയ്ക്ക് വീമ്പു പറയും. രാവിലെ പിടക്കോഴികളെയും കോഴിക്കുഞ്ഞുങ്ങളെയും എല്ലാം നയിച്ചുകൊണ്ട് വിലസി നടക്കുന്ന റൂസ്റ്ററിൻ്റെ ഗമ കാണുമ്പോൾ അമ്മിണി പശുവിനും ശിങ്കിരിയാടിനുമെല്ലാം ചിരി പൊട്ടും. യജമാനൻ നൽകിയ പുല്ലൊന്നും കഴിക്കാതെ നിന്ന് ചിരിക്കുകയാണോ? വൈകിട്ട് പാൽ കറക്കുമ്പോൾ അളവ് കുറഞ്ഞാൽ യജമാനനാണ് നഷ്ടം. അവൻ അമ്മിണി പശുവിനെ കൊത്തുവാനായി പാഞ്ഞു ചെല്ലും. ഒന്ന് പോടാ, ഭരണമൊക്കെ കോഴികളുടെ അടുത്ത് മതി. അമ്മിണി പശു കാൽ മടക്കി ഒരു തൊഴി കൊടുത്തു. പിടക്കോഴികൾ അത് കണ്ട് ആർത്ത് ചിരിച്ചു. അതവന് വലിയ നാണക്കേടായി. കോഴിക്കുഞ്ഞുങ്ങളെ ചക്കിപ്പരുന്ത് റാഞ്ചിക്കൊണ്ടു പോകാതെ നോക്കുവാൻ ഏൽപ്പിച്ചതല്ലേ നിങ്ങളെ? പിടക്കോഴികളെ ശകാരിച്ചുകൊണ്ട് അവൻ ഓടിച്ചു. പിടക്കോഴികൾ ജീവനും കൊണ്ടോടി. പ്ലാവില കഴിക്കുവാൻ തരുന്നത് മുഴുവനും ചെളിയിലിട്ടിരിക്കുകയാണല്ലോ. അടുത്ത ഭരണം ശിങ്കിരിയാടിനോടായി. മേ! ശിങ്കിരിയാട് അവനെ കുത്തുവാൻ ഓടിച്ചു. ഹോ, എന്തൊരു ശല്യമാണ് ഈ കോഴി! ഉച്ചയ്ക്കൊന്ന് മയങ്ങുവാൻ പോലും സമ്മതിക്കില്ല. ഈ ഞായറാഴ്ച ഇതിനെ കൊന്ന് കറി വെക്കണം. യജമാനൻ പറയുന്നത് കേട്ട് റൂസ്റ്റർ ഞെട്ടിപ്പോയി. താനൊരു മിടുക്കനാണെന്ന അഹംഭാവത്തിൽ ചെയ്തതെല്ലാം വിനയായിരിക്കുന്നു. യജമാനന് താൻ ആരുമല്ല. അദ്ദേഹത്തിൻ്റെ വളർത്തുമൃഗങ്ങളെയും പക്ഷികളെയും കരുതലോടെ ശ്രദ്ധിച്ചതിൻ്റെ യാതൊരു നന്ദിയുമില്ല. കുറച്ചുകൂടി മര്യാദയ്ക്ക് എല്ലാവരോടും പെരുമാറിയിരുന്നെങ്കിൽ ജീവൻ നഷ്ടപ്പെടുകയില്ലായിരുന്നു. അഹംഭാവം മൂലം ചെയ്തു കൂട്ടിയതെല്ലാം അബദ്ധമായല്ലോ എന്നോർത്ത് റൂസ്റ്റർ ദുഃഖിച്ചു. ഈ കഥ കൂട്ടുകാർക്ക് ഇഷ്ടമായോ? എന്താണ് ഈ കഥ നൽകുന്ന ഗുണപാഠം? എല്ലാവരോടും നമ്മൾ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും കരുതലോടെയും പെരുമാറണം. നമ്മളൊരു വലിയ ആളാണെന്ന മട്ടിൽ പെരുമാറിയാൽ ആരും വകവയ്ക്കുകയില്ല. അത് നമുക്ക് തന്നെ വിനയാകുകയും ചെയ്യും. ഇനി മറ്റൊരു കഥയുമായി മിനി ആൻറ്റി വരാം കേട്ടോ. എല്ലാവർക്കും നന്മകൾ നേരുന്നു.